ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് എൻ്റെ കഥയല്ല. നിങ്ങളിൽ ഒരാൾ തന്നെ നിങ്ങളോട് പങ്കുവയ്ക്കാൻ വേണ്ടി എനിക്ക് അയച്ചു തന്നതാ. അന്ന് ഞാൻ നമ്മുടെ ജോലി നഷ്ടപ്പെട്ടു പോയ കഥയൊക്കെ പറഞ്ഞില്ലേ, ആ ദിവസം. ആളെ തൽക്കാലം നമുക്ക് സഫിയ എന്ന് വിളിക്കാം. 26 വയസ്സാണ്, BCom ഗ്രാജുവേറ്റ് ആണ്. കല്യാണമൊക്കെ കഴിഞ്ഞ് ഒരു കുഞ്ഞു മോളുണ്ട്. ഹസ്ബൻഡിൻ്റെ കൂടെ ഹാപ്പിയായി ഇവിടെ ഷാർജയിൽ സെറ്റിൽഡ് ആണ്. നമ്മളെല്ലാവരെയും പോലെ തന്നെ ഓളും ഷാർജയിലെത്തി പിറ്റേ ദിവസം തൊട്ട് തന്നെ ജോലി അന്വേഷിച്ചു തുടങ്ങി. ഇൻഡീഡ്, നൗക്കറി, ഗൾഫ് അങ്ങനെ എല്ലാ പോർട്ടലിലും ഡെയിലി കയറി അപ്ലൈ ചെയ്യും. ആദ്യമൊക്കെ അവളുടെ മനസ്സിൽ ആ ഡ്രീം ജോബിന് വേണ്ടി മാത്രം അവൾ അപ്ലൈ ചെയ്തുകൊണ്ടിരുന്നത്. പിന്നെ മാസങ്ങൾ കഴിയുന്തോറും കാണുന്ന എല്ലാ ഒഴിവിലേക്കും അവൾ അപ്ലൈ ചെയ്യാൻ തുടങ്ങി. എങ്ങനെയും ഒരു ജോലിക്ക് കയറിയാൽ മതിയെന്നായി. അവസാനം അവൾ പഠിച്ചതുമായി യാതൊരുവിധ ബന്ധവും ഇല്ലാത്ത ഒരു കമ്പനിയിൽ നിന്നൊരു കോൾ വന്നു. ഒരു മലയാളി കമ്പനിയായിരുന്നു. ഇൻ്റർവ്യൂ ഒക്കെ പാസ്സായി. ഫ്രഷർ ആയതുകൊണ്ട് വളരെ ചെറിയ സാലറി ആയിരുന്നു. പെർഫോമൻസ് അനുസരിച്ച് പിന്നീട് കൂട്ടിത്തരാമെന്നുള്ള സ്ഥിരം ഡയലോഗിൽ അവൾ ഓക്കെ പറഞ്ഞു. UAE ഒരു ജോലിയല്ലേ. അവളുടെ അപ്പോഴത്തെ സാഹചര്യത്തിൽ അവൾക്ക് ലോട്ടറി അടിച്ച സന്തോഷമായിരുന്നു. പിന്നെ അവൾ സ്പൗസ് വിസയിലായതുകൊണ്ട് ഓഫർ ലെറ്റർ കിട്ടി നെക്സ്റ്റ് ഡേ തന്നെ ജോയിൻ ചെയ്യാൻ പറ്റി. ലേബർ കോൺട്രാക്റ്റോ വർക്ക് പെർമിറ്റോ ഒന്നും ആവുന്നത് വരെ വെയിറ്റ് ചെയ്യേണ്ടിയൊന്നും വന്നില്ല. രാവിലെ മോളെ ഡേ കെയറിലാക്കി അവൾ ഓഫീസിലേക്ക് ഇറങ്ങും. 2 ദിവസം കഴിഞ്ഞപ്പോൾ തന്നെ എന്തോ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് അവൾക്ക് തോന്നി തുടങ്ങി. 9 മണി തൊട്ട് 6 മണി വരെയാണ് അവളുടെ ഡ്യൂട്ടി. പക്ഷെ പഞ്ചിങ് ടൈം 8:55. 8:56 പഞ്ച് ചെയ്താൽ പോലും 25 ദിറംസ് ഫൈൻ. അത് കട്ട് ചെയ്തിട്ടേ സാലറി കയ്യിൽ കിട്ടുള്ളൂ.